Hello, welcome to anooptube. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് C++ലുള്ള കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സ് ആണ്. അതായത് നമ്മൾ ഓൾറെഡി ക്ലാസ്സസ് ആൻഡ് ഒബ്ജക്ട്സ് നമ്മൾ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഒരു ക്ലാസ്സിനകത്ത് വരാവുന്ന ഒരു സംഭവമാണ് കൺസ്ട്രക്ടർ ആൻഡ് ഡിസ്ട്രക്ടർ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ക്ലാസ്സിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ വീഡിയോസ് നമുക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കൺസ്ട്രക്ടർ എന്താ ഡിസ്ട്രക്ടർ എന്താ നമ്മൾ പഠിക്കാം. അപ്പോൾ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്പർ ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപിളി പറയാൻ പറ്റുന്നത്, ഈ മെമ്പർ ഫംഗ്ഷനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യുന്ന ഒരു മെമ്പർ ഫംഗ്ഷനാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത് ആ ടൈമിൽ ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യപ്പെടുന്ന ഒരു മെമ്പർ ഫംഗ്ഷനെയാണ് നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറയുക. ഓക്കെ, എപ്പോഴും ഓർത്ത് വെക്കണം, ഇത് ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യുകയാണ് ചെയ്യുക, നമ്മൾ ആരും വിളിക്കുകയല്ല ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് കോൾ ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ കോൾഡ് ഓട്ടോമാറ്റിക്കലി വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം, ഇതാണ് നമ്മുടെ കൺസ്ട്രക്ടർ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതേപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് നമുക്ക് ഡിസ്ട്രക്ടർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഡിസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്പർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പെഷ്യൽ മെമ്പർ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൺസ്ട്രക്ടർ പറഞ്ഞ പോലെ ഇതൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തല്ല ഇത് കോൾ ചെയ്യപ്പെടുന്നത്, ഒരു ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്യപ്പെടുന്ന സമയത്താണ് ഇതിന് കോൾ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി ഡിസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത് മെമ്മറി മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും റിസോഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫയൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫയൽസിനെ നമ്മൾ ക്ലോസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഡിസ്ട്രക്ടറിൽ നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ സിംപ്ലി നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ് അല്ല ഡിലീറ്റഡ്. അപ്പോൾ നമ്മൾ എപ്പോഴായിരിക്കും ഇത് കോൾ ചെയ്യപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്ജക്റ്റ് എന്തായിരിക്കും ഡിലീറ്റ് ചെയ്യപ്പെടുന്ന സമയത്തായിരിക്കും ഇതിനെ ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി ഇതിന് രണ്ടിനുമുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് രണ്ടിനുമുള്ള ഒരു കോമൺ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ രണ്ടിൻ്റെയും പേര് എന്ന് പറയുന്നത് ക്ലാസിൻ്റെ അതേ പേരായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതായത് ഈ രണ്ട് കൺസ്ട്രക്ടറിനായാലും ഡിസ്ട്രക്ടറിനായാലും ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇതിൻ്റെ നെയിം എന്ന് പറയുന്നത് അതിൻ്റെ ക്ലാസിൻ്റെ അതേ പേരായിരിക്കും. അപ്പോൾ നെയിം ഈസ് സെയിം ആസ് ക്ലാസ് നെയിം. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല. ഓക്കെ, റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല, നോ റിട്ടേൺ ടൈപ്പ്. അതായത് കൺസ്ട്രക്ടറിനായാലും ഡിസ്ട്രക്ടറിനായാലും റിട്ടേൺ ടൈപ്പ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇനി കൺസ്ട്രക്ടറിനെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ടർ നമുക്ക് രണ്ട് ടൈപ്പിലുള്ളത്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഡീഫോൾട്ട് കൺസ്ട്രക്ടറാണ്. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. ഓക്കെ, അപ്പോൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആർഗ്യുമെന്റ്സ് ഒന്നും പാസ് ചെയ്യുന്നുണ്ടാവില്ല. അതായത് ആ ഫംഗ്ഷനിലോട്ട് ആർഗ്യുമെന്റ് ഒന്നും പാസ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയും. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ ആ ഫംഗ്ഷനിനകത്തോട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇതിനെ പ്രോഗ്രാമാറ്റിക്കലി നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയായിരുന്നു റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കി നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഈ റെക്റ്റാങ്കിളിനകത്ത് ഒരു കൺസ്ട്രക്ടർ നമ്മൾ ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ ഈ കൺസ്ട്രക്ടർ നമ്മൾ പേര് പറഞ്ഞായിരുന്നു, നമ്മുടെ ഫംഗ്ഷൻ നമ്മുടെ ക്ലാസിൻ്റെ അതേ പേരായിരിക്കും ഈ കൺസ്ട്രക്ടർ ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു. റിട്ടേൺ ടൈപ്പ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ആക്സസ് സ്പെസിഫയർ എന്ന് പറയുന്നത് പബ്ലിക് ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ പബ്ലിക് ഞാൻ കൊടുത്തു. ഓക്കെ, നമുക്ക് എത്ര വേണമെങ്കിലും അങ്ങനെ കൊടുക്കാം കേട്ടോ, പബ്ലിക്കിന് എത്ര വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, പബ്ലിക് എന്ന് കൊടുത്തതിന് ശേഷം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസ്ട്രക്ടർ ഉണ്ടാക്കാൻ പോവാണ്. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിൻ്റെ ക്ലാസിൻ്റെ അതേ പേരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ ക്ലാസിൻ്റെ പേര് കോപ്പി ചെയ്തു. ആൻഡ് നമ്മളൊരു ഫംഗ്ഷൻ്റെ പേര്, ഫംഗ്ഷൻ എങ്ങനെയാണ് ചെയ്യുക, ഒരു ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും എഴുതും. അതിനുശേഷം ഓപ്പൺ കേളി ബ്രാക്കറ്റും ക്ലോസ് കേളി ബ്രാക്കറ്റും ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ, അതായത് ഒരു കൺസ്ട്രക്ടർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുക. ഓക്കെ, അത് നമ്മൾ ഒരു കൺസ്ട്രക്ടർ ഉണ്ടാക്കിയില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി കമ്പൈലർ ഉണ്ടാക്കുന്ന ഒരു കൺസ്ട്രക്ടറിനെ പറയുന്ന പേരാണ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഡീഫോൾട്ട് കൺസ്ട്രക്ടറിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ബോഡി ഒന്നും ഉണ്ടാവില്ല, സിംപ്ലി ഒരു കൺസ്ട്രക്ടർ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് എന്തായിരിക്കും, ആർഗ്യുമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല, ഇതിന് ബോഡിയിലൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, സിംപ്ലി നമുക്ക് ഈ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ നമുക്ക് ഒന്നും കൂടി നമുക്ക് എഴുതിയതിന് ശേഷം നമുക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വാല്യൂസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെങ്ത് ഈക്വൽ ടു 100 എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം വിഡ്ത്ത് ഈക്വൽ ടു 100 എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ ലെങ്ത്തും വിഡ്ത്തും എത്ര നമ്മൾ ഇതിൽ 100 എന്ന് വെച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിതിൻ്റെ ഒരു
ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ ലെങ്ത്തും വിഡ്ത്തും സെറ്റ് ചെയ്യുന്നത് കമൻറ്റ് ഔട്ട് ചെയ്തതിന് ശേഷം ഏരിയ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിന് കമ്പൈൽ ചെയ്യാൻ പോവാണ്. G++ constructor and destructor .cpp and .a.out. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 10,000 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സംഭവം എങ്ങനെ വർക്ക് ചെയ്യുന്നത് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെക്റ്റാങ്കിളിനകത്ത് ഈ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ കൺസ്ട്രക്ടറിനകത്ത് ഞാൻ std cout കൊടുക്കാം കേട്ടോ. std cout കൺസ്ട്രക്ടർ കോൾഡ് എന്ന് ഞാൻ എഴുതിയിട്ട് std endൽ. ഓക്കെ, കൺസ്ട്രക്ടർ കോൾഡ് എന്ന് എഴുതി. അപ്പോൾ അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന്, അപ്പോൾ ഞാനിവിടെ ഈ കൺസ്ട്രക്ടറിനെ ഞാൻ സ്പെസിഫിക്കലി കോൾ ചെയ്തിട്ടൊന്നുമില്ല അല്ലേ. ബേസിക്കലി ഞാനൊരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, റെക്റ്റാങ്കിൾ R1 എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്തു, കൺസ്ട്രക്ടർ കോൾഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് എന്ത്, കൺസ്ട്രക്ടർ എന്ന് പറയും. അപ്പോൾ കൺസ്ട്രക്ടർ എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കമൻറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കൺസ്ട്രക്ടറിൻ്റെ പേര് കൊടുക്കുക റെക്റ്റാങ്കിൾ. അതിനുശേഷം അതിനകത്തോട്ട് നമ്മൾ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസ്ട്രക്ടർ ഉണ്ടാക്കുന്ന സമയത്ത്, അതായത് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ വാല്യൂസ് നമുക്ക് അതിലോട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ലെങ്ത്തും വിഡ്ത്തും നമുക്ക് അതിൽ തന്നെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഉള്ളിലോട്ട് പാസ് ചെയ്യണം ഇൻറ്റ് ലെങ്ത്ത് കോമ ഇൻറ്റ് വിഡ്ത്ത്. ഓക്കെ, അതിനുശേഷം ഞാൻ അകത്തോട്ട് എന്ത് സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ ലെങ്ത്ത് ഈക്വൽ ടു ലെൻ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തു. അതിനുശേഷം വിഡ്ത്ത് ഈക്വൽ ടു വിഡ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത്ത് വിഡ്ത്ത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം വന്നു അല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ഇല്ലാതെ, ഓക്കെ, നമുക്ക് ഇങ്ങനെ വെറുതെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്ന പോയിന്റ്. നമ്മളൊരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ഡിലീറ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വേണമെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ പോയല്ലോ. അപ്പോൾ നമ്മൾ ഇതിന് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഡിലീറ്റ് ആയതുകൊണ്ട് നമ്മൾ ആകപ്പാട് ഇതിനുള്ളത് എന്താണ്, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്തോട്ട് പാരാമീറ്റർ പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പാരാമീറ്റർ പാസ് ചെയ്യേണ്ടത്, ലെങ്ത്തും വിഡ്ത്തുമാണ് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ലെങ്ത്തും വിഡ്ത്തും എന്ത് ചെയ്യുന്നത്, ഒരു 20,20 എന്ന് കൊടുത്തു. അപ്പോൾ ലെങ്ത്ത് എന്തായിരിക്കും ഉണ്ടാവുക, 20 ആയിരിക്കും ഉണ്ടാവുക, വിഡ്ത്ത് 20 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് എന്തായിരിക്കും, 40,400 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കമ്പൈൽ ചെയ്യാൻ പോവാണ്. എൻ്റടിച്ചു അതിൻ്റെ .a അടിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഏരിയ 400 എന്ന് പറഞ്ഞിട്ട് സാധനം വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഡിലീറ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വീണ്ടും ഡിഫോൾട്ട് കൺസ്ട്രക്ടർ തിരിച്ചു കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, കമൻറ്റ് ഔട്ട് ചെയ്തത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഈക്വൾ ടു 0 സെറ്റ് ചെയ്തു ആൻഡ് വിഡ്ത്ത് ഈക്വൾ ടു 0 സെറ്റ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ നമുക്ക് ലെങ്ത്തും വിഡ്ത്ത് എന്താണെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കോൾഡ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ കോൾഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി കാണിച്ചു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സിംപിളി ചെയ്യുന്നത്, ഇതിൻ്റെ മെയിനിൽ പോയതിന് ശേഷം ഞാനിവിടെ റെക്റ്റാങ്കിൾ R1 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ റെക്റ്റാങ്കിൾ R2 ഞാൻ ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ ഏരിയ 1 എന്ന് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്, ഏരിയ 1. ഓക്കെ, അതിനുശേഷം ഞാൻ റെക്റ്റാങ്കിളിൻ്റെ പുതിയൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്, റെക്റ്റാങ്കിൾ R2 എന്നുണ്ടാക്കി. അപ്പോൾ ഞാൻ വെറുതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആയിരിക്കും കോൾ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് വെച്ചാൽ ഏരിയ 1 ശേഷം ഏരിയ 2 ഈക്വൽ ടു R2 ഡോട്ട് ഗെറ്റ് ഏരിയ വിളിച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ഏരിയ 2 ആയിട്ട് പ്രിൻറ്റ് ചെയ്തു, ഏരിയ 2 എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഞാനിതൊന്ന് വീണ്ടും റൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കോൾഡ് ഏരിയ 1 എന്ന് പറഞ്ഞതിന് ശേഷം പാരാമീറ്ററൈസ് കൺസ്ട്രക്ടർ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നിന്ന് ഒരു എൻഡിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, std എൻഡിൽ. ഓക്കെ, ഞാനിവിടെ പാരാമീറ്ററൈസർ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതായത് ഞാൻ അങ്ങോട്ട് കൊടുത്തപ്പോൾ മാറിപ്പോയതാണ്, പേര് അങ്ങോട്ട് മാറിപ്പോയതാണ്. G++ കൺസ്ട്രക്ടർ ആൻഡ്. ഓക്കെ, അപ്പോൾ പാരാമീറ്ററൈസർ കൺസ്ട്രക്ടർ ആദ്യം കോൾ ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യം വിളിച്ചിരിക്കുന്നത് എന്താണ്, R1 ഓഫ് 20,20 ആണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പാരാമീറ്ററൈസർ കൺസ്ട്രക്ടർ കോൾ ചെയ്തു, അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. അതിനുശേഷം ഞാൻ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കോൾ ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും ഉണ്ടാവുക. കാരണം എന്താണ്, നമ്മൾ അതിൻ്റെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനകത്ത് ലെങ്ത്തും വിഡ്ത്തും എന്തായിരിക്കും 0 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്.
ഓക്കെ. ഇനി നമുക്ക് ഡിസ്ട്രക്ടർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞത് എന്തായിരിക്കും, ഇത് ഓൾറെഡി കോൾ ചെയ്യപ്പെടുന്ന എപ്പോഴായിരിക്കും, ഒരു ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത്, അതായത് ഈ പ്രോഗ്രാം എക്സിറ്റ് ആവുന്ന സമയത്തായിരിക്കും ഇത് കോൾ ചെയ്യപ്പെടുക. ഓക്കെ. അപ്പോൾ അതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ചാൽ ഒരു ഡിസ്ട്രക്ടർ ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ ഡിസ്ട്രക്ടർ ഉണ്ടാക്കാൻ പോകണം. ഡിസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ കൺസ്ട്രക്ടറിൻ്റെ അതേ, അതായത് ക്ലാസിൻ്റെ അതേ പേരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ റെക്റ്റാങ്കിൾ എന്ന് കൊടുത്തു, അതായത് ക്ലാസിൻ്റെ അതേ പേര് കൊടുത്തു. അതിനുശേഷം ഞാനൊരു ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും ഇട്ടു. അതിനുശേഷം കേളി ബ്രാക്കറ്റ് ഓപ്പണും ക്ലോസും ചെയ്തു. അതിനുശേഷം ഈ റെക്റ്റാങ്കിളിന് മുമ്പ് ഞാനൊരു ടൈൽഡ് സിമ്പൽ, ഒരു പാമ്പിനെ പോലെ ഒരു സംഭവമില്ലേ, ടൈൽഡ് സിമ്പൽ, അത് കൊടുക്കുക. അപ്പോൾ അതാണ് ബേസിക്കലി ഇതൊരു ഡിസ്ട്രക്ടർ ആയിട്ട് മാറ്റുന്നത്. ഓക്കെ. അപ്പോൾ ഞാനിവിടെ std coutൽ കൊടുക്കുകയാണ്. std cout ഡിസ്ട്രക്ടർ കോൾഡ്. ഓക്കെ. അതിനുശേഷം std എൻഡിൽ നിന്ന് കൊടുത്തു. ഓക്കെ. std എൻഡിൽ നിന്ന് കൊടുത്തു, സേവ് ചെയ്തു. അതിനുശേഷം ഞാൻ വീണ്ടും റൺ ചെയ്യാൻ പോകട്ടോ. ഓക്കെ. g++ കൊടുത്തു. ശേഷം a.out കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഡിസ്ട്രക്ടർ കോൾഡ്. എന്താണ് ഡിസ്ട്രക്ടർ കോൾ എന്ന് 2 തവണ വരാനുള്ള കാരണം, ഞാൻ 2 ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, അതായത് R1 ഉണ്ടാക്കിയിട്ടുണ്ട്, R2 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ R1ൻ്റെ ആദ്യം ഡിലീറ്റ് ആവും, R2ൻ്റെ പിന്നെ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമ്മൾ ഒരു കൺസ്ട്രക്ടർ ആൻഡ് ഡിസ്ട്രക്ടറിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾ ഇതിൻ്റെ ഐഡിയാസ് വെച്ചിട്ട്, ഇതിൻ്റെ യൂസേജ് വെച്ചിട്ട് നിങ്ങൾക്ക് എവിടെയാണോ യൂസ് ചെയ്യേണ്ടത് അതേപോലെ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക്കലി കൺസ്ട്രക്ടർ ആൻഡ് ഡിസ്ട്രക്ടർ, CPPയിലുള്ള കൺസ്ട്രക്ടർ ആൻഡ് ഡിസ്ട്രക്ടർ ഇത്രയാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ചെയ്യട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് തന്നത്, എന്താണ് കൺസ്ട്രക്ടർ, എന്താണ് ഡിസ്ട്രക്ടർ എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ആയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ തന്നത്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാത്തിരിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക് ആയിട്ട് വരും. ഓക്കെ.